ആനിമൽസ് നേരത്തെ പറഞ്ഞതുപോലെ ഹൗ ദേ ചേഞ്ച് ദർ ബിഹേവിയർ ബിക്കോസ് ഓഫ് മാൻ ആനിമൽ കോൺഫ്ലിക്ട്. അപ്പോൾ അവർ ഗ്രൂപ്പ്സ് ഉണ്ടാക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ. സി വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്, അതിനെപ്പറ്റി എന്തെങ്കിലും സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ബിക്കോസ് ഇറ്റ്സ് എൻ എവല്യൂഷണറി പ്രോസസ് വിത്ത് the survival of the fittest. They are also preparing to fight. What is happening to them. So what next? See, the survival of the fittest എന്ന് പറഞ്ഞതിന് ഒരു റോങ് നോഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ചാൾസ് ഡാർവിൻ ഉപയോഗിച്ചാണ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് മാത്രമല്ല അതിനകത്ത് കോപ്പറേറ്റീവായിട്ട് നിൽക്കുന്ന ഇത്. ഫോർ എക്സാമ്പിൾ അൾട്രൂയിസം അറിയാമല്ലോ. വാട്ട് ഈസ് അൾട്രൂയിസം? ഓക്കെ, അൾട്രൂയിസം ഏറ്റവും കൂടുതൽ ഇപ്പോൾ എലഫൻസിൽ അൾട്രൂയിസം ഉണ്ട്. ഓക്കെ, എലഫൻറ്റിൽ അൾട്രൂയിസം എന്ന് പറഞ്ഞാൽ ഒരു ആനയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നു, അതിന് ബാക്കി എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് അൾട്രൂയിസ്റ്റിക് ബിഹേവിയർ. ഞാൻ സർപ്രൈസ് ആയിട്ടുണ്ട്. എനിക്കൊരു എലഫൻറ്റ് ഒരു സിക്കായിട്ട് ഡെഡായി അതിൻ്റെ കാഫ് നിൽക്കുകയാണ്, ലൈവായിട്ട് നിൽക്കുകയാണ് എൻ്റെ കൂടെ. ഒരു സക്കിൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താൻ നോക്കേണ്ടതാണ്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പോയി. ഈ കാഫ് ഫ്രാൻറ്റിക്കായിട്ട് നടക്കുകയാണ് ഇതിന് ചുറ്റും കുഞ്ഞിനെ. ഞങ്ങൾക്കിത് പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ. ലാസ്റ്റ് ഞങ്ങൾ കാഫിനെ മൈൽഡായിട്ട് സെഡേറ്റ് ചെയ്ത് ഞങ്ങൾ മാറ്റി ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഞങ്ങൾ ഇതിന് എന്ത് ചെയ്യണം, ക്യാമ്പിലേക്ക് കൊണ്ടുപോകണോ അതോ അങ്ങനെ ഞങ്ങൾ 2 ദിവസം ഞങ്ങൾ അതിന് മിൽക്കൊക്കെ ഫീഡൊക്കെ ചെയ്ത് അത് ഞങ്ങളൊരു ഹേർഡിന് മെല്ലെ അപ്രോച്ച് ചെയ്തു. ഒരു മദർ അതിനെ അക്സെപ്റ്റ് ചെയ്തു. സറഗേഷൻ നോർമലാണ്. അപ്പം എൻ്റെ ക്യാമ്പിലുണ്ടായിരുന്നു ഒരു ഫീമെയിൽ എലഫൻറ്റ് ഉണ്ടായിരുന്നു. വാസ് സോ ബ്യൂട്ടിഫുൾ എലഫൻറ്റ് ദാറ്റ് ഫീമെയിൽ. ഞങ്ങൾക്ക് അബാൻഡൻ കാഫ്സിനെ കിട്ടും ഏത് കാട്ടിൽ. പല റീസൺസ് ഉണ്ട് അബാൻഡനിങ്. ഇഫ് യു വാണ്ട് ഐ വിൽ ടെൽ. സോ ഈ അബാൻഡൻ കാഫ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ടൗണിലേക്ക് ഇറങ്ങും, അവിടെ കറങ്ങി ഇറങ്ങും, നമ്മൾ പിടിച്ചുകൊണ്ട് വരും. പിന്നെ ഒരു ഹെഡേക്കാണ് നമുക്ക്. പിന്നെ 24/7 നമ്മൾ ആ കാഫിനെ നോക്കേണ്ടത്, കുഞ്ഞുങ്ങളെ നോക്കണം, നമ്മളതിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങണം, ഫോസ്റ്റർ ചെയ്യണം. അപ്പോൾ പലപ്പോഴും ഞാൻ ഈ ഫീമെയിലിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവളിത് അക്സെപ്റ്റ് ചെയ്യും. ഭയങ്കര ഒരു ക്വാളിറ്റിയുള്ള ഒരു ശരിക്കൊരു മെട്രിയാക്കായിരുന്നു ആ ഫീമെയിൽ. മരിച്ചുപോയി. അങ്ങനെയുള്ള സംഭവമുണ്ട്. സോ ദാറ്റ് ഈസ് അൾട്രൂയിസം. ഓക്കെ, ഈ അൾട്രൂയിസ്റ്റ് ബിഹേവിയറിൻ്റെ ഏറ്റവും അപ്പുറത്തെ അൾട്രൂയിസം ഏതിലാണ് കാണുന്നതെന്ന് അറിയാം? പറയാൻ പറ്റുമോ? ഉറുമ്പിലാണ്. അവൻ്റെ സെക്സ് അടക്കം കളയാണ് കംപ്ലീറ്റ്. ഓക്കെ, ഉറുമ്പിൽ 3 എണ്ണം ഉള്ളത്. പണിക്കാരനുണ്ട്, മെയിലുണ്ട്, ക്വീനുണ്ട്, ഫീമെയിലുണ്ട്. ക്വീൻ്റെ പരിപാടി പ്രസവിക്കാമെന്ന് മാത്രമാണ്. മെയിൽസിൻ്റെത് മെയ്റ്റ് ചെയ്യാമെന്ന് മാത്രമാണ്. ഈ പണിക്കാരനാണ് ഇത് കംപ്ലീറ്റ് ഉണ്ടാകുന്നത്. പണിക്കാരന് ഇതിനകത്ത് യാതൊരു റീപ്രൊഡക്റ്റീവ് റോളും ഇല്ല. അവൻ്റെ സെക്ഷൽ ബിഹേവിയറും അനാറ്റമി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് അവൻ്റെ ലൈഫ് ഡെഡിക്കേറ്റ്. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് അൾട്രൂയിസം. ഓക്കെ, സോ അൾട്രൂയിസം പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? ഫിറ്റസ്റ്റ് അല്ല ആണോ? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല. ഓക്കെ, ഡാർവിൻ ടേം ഉപയോഗിച്ചാൽ അതിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഡാർവിൻ വേരിയേഷൻസ് ഉണ്ട്. അതിനാണ് അൾട്രൂയിസം എന്നൊക്കെ പറയുന്നത്. ലൈക്ക് വൈസ് ഈ ബിഹേവിയർ ഇപ്പോൾ കോപ്പറേറ്റിംഗ് ഇൻ എലഫൻസിൽ നമ്മൾ കാണുന്ന ഈ ബിഹേവിയർ ഈ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് വ്യാപകമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. Okay. So what I'm asking is what happens next? Yes, that's the dynamic thing. That's a quite dynamic thing. അതാണ് നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എവല്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ, അതിപ്പം ഫിനോട്ടിപ്പിക്, അതായത് നിങ്ങളുടെ രൂപമാറ്റത്തിൽ വരുന്നത് കുറച്ച് സമയം എടുക്കായിരിക്കും. ഇപ്പം നമ്മൾ ജീനോടൈപ്പിൽ വരുന്ന ചേഞ്ചസ്, ജെനറ്റിക്സിൽ വരുന്ന ചേഞ്ചസ്, കണ്ടംപററി എവല്യൂഷൻ എന്ന് പറഞ്ഞ പുതിയൊരു ശാഖ വന്നിട്ടുണ്ട്. ഈ എവറി മിനിറ്റ് നിങ്ങൾക്ക് മൈറ്റോസ് ഉണ്ടാവുന്നു, നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് സെൽസിൽ വരുന്ന ചേഞ്ചസ്, ഇതെല്ലാം ചേഞ്ചസ് ഉണ്ടാക്കുകയാണ്. സോ എവല്യൂഷൻ ഈസ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഓക്കെ, അതൊരു പണ്ട് നമ്മളെ കൺസെപ്റ്റിൽ എത്രയോ ബില്യൺ ഇയേഴ്സ് എടുത്ത് മില്യൺ ഇയേഴ്സ് എടുത്ത് നമ്മൾ മാറുന്നു എന്നുള്ളതല്ല. എവറി മൊമെന്റ് ഈസ് എവല്യൂഷൻ ഈസ് ഹാപ്പനിങ്. ഇറ്റ്സ് എ ന്യൂ കൺസെപ്റ്റ്. ഇറ്റ്സ് കോൾഡ് കണ്ടംപററി എവല്യൂഷൻ. ഇത് ബിഹേവിയറിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ബിഹേവിയറിൽ ഞങ്ങൾ കണ്ട എലഫൻസിൽ, കോൺഫ്ലിക്റ്റ് ആനിമൽസിലും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ഹേർഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഫ്രാഗ്മെൻറ്റേഷനാണ്. വലിയൊരു ശതമാനം ബുൾസും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹാബിച്വറ്റ് കോൺഫ്ലിക്റ്റ് ആനിമൽ എന്ന് പറയും. അവൻ്റെ ബിഹേവിയറാണ്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ശലഭം എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലേ, റീസെൻ്റ്ലി ഒരു സൗത്ത് ആഫ്രിക്കൻ പേപ്പർ വന്നിട്ട് ഒരു ബുള്ള് അതിൻ്റെ കുഞ്ഞിനുണ്ടാക്കണമെങ്കിൽ മിനിമം 50 years എടുക്കുന്ന പറഞ്ഞു. 50 വർഷം. ഓക്കെ, ആലോചിക്കുക, എലഫൻ്റ് വൈൽഡിൽ മാക്സിമം 70-75 അവൻ മാക്സിമം 70 ആകുമ്പോഴേക്ക് പല്ല് പോവും. അറിയാലോ, ഇത്ര സെറ്റ് പല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആൾ തീർന്നു. അപ്പം വൈ ഇറ്റ് ഈസ് 50 years? ഇത്ര പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ പറഞ്ഞ ഒരു അപ്പാപ്പനായിട്ടാണ് കുട്ടികൾ ഉണ്ടാവുന്നത് ആക്ച്വലി. ഇതെന്തുകൊണ്ട് തന്നെ ഈ സെലക്ഷൻ പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞില്ലേ, മെയിൽസ് മുട്ടി അപ്പോഴാണ് അവൻ യഥാർത്ഥ ഒരു ബുള്ളാവുന്നുള്ളൂ. ഓക്കെ, അപ്പോഴേ അവന് സെർവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഫീമെയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതേ സമയത്ത് വേറെ ബുൾസ് ഉണ്ട് അവിടെ.
ഇത് കോമ്പറ്റ് ചെയ്ത് ആ 8th സ്റ്റാൻഡേർഡ് എത്തിയാലേ ഇവന് പറ്റുള്ളൂ. ഓക്കെ, റൈറ്റ്, മീ. സോ ഇവിടെ വേറൊരു ഗ്രൂപ്പ് ഒരു 20-22 വയസ്സാകുമ്പം ഇയാൾ നേരെ കോൺഫ്ലിക്റ്റിലേക്ക് കയറുന്നു. ഓക്കെ, അവിടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, പെലക്റ്റബിൾ ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നു. ബോഡി നിന്നതിപ്പ് ചെയ്യും. അതായത് കോൺഫ്ലിക്റ്റ് ആനിമൽ നിങ്ങൾ കാണണം, സുന്ദരന്മാരായിരിക്കും, നല്ല തടിച്ച് നല്ല ബോഡിയിലും നല്ലത്. ഈ 50 വരെ ഇവൻ അറ്റൈൻ ചെയ്യേണ്ട സാധനം വിതിൻ 10 years ഈ കോൺഫ്ലിക്റ്റ് ആനിമൽ അറ്റൈൻ ചെയ്യും. ഇൻക്രീസസ് ബോഡി, ഇൻക്രീസസ് മൊത്തം ഇത്, ആൻഡ് ഈ ഗോട്ട് ഈസി ചാൻസ് ഓഫ് മേറ്റിംഗ്. ദിസ് ഇസ് കോൾഡ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. ആലോചിക്കുക, 40 ആകുമ്പോഴേക്ക് തട്ടിപ്പോവുകയും ചെയ്യും. ഓക്കെ, കോൺഫ്ലിക്റ്റ് ഒരു റിസ്ക്കാണ്. നിങ്ങൾ ഹ്യൂമൻ ഏരിയയിലേക്ക് വന്ന് നിങ്ങൾ കോൺഫ്ലിക്റ്റ് ചെയ്യുമ്പം നിങ്ങൾ പടക്കം പൊട്ടിക്കപ്പെടാം, പടക്കം ബെയ്റ്റ് വെച്ചിട്ട് ഒരുപാട് കേസുകളുണ്ട്, ഗൺ ഷോട്ട്, തീ, ഇലക്ട്രോക്യൂഷൻ, ഇതിലെല്ലാം പെടാം. പക്ഷേ ഈ ആനിമൽസിന് ഇത് അറിയോ? പിന്നെ അവിടെയാണ് പറഞ്ഞത്. സോ ദാറ്റ്സ് കോൾഡ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. ഹ്യൂമൻസിലുണ്ട് അത്. അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്, ബഞ്ചി ജമ്പേഴ്സ്, അങ്ങനെ ഹെവി മോട്ടോർ സൈക്കിൾസ് പറഞ്ഞാൽ ദേ ആർ റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ്. ഈ റിസ്ക് ടേക്ക് ചെയ്യുന്നതോടെ ഇവനൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നു, പെട്ടെന്ന് ഫീമെയിൽ എക്സസ് കിട്ടുന്നു. ബ്രീഡിങ് ആണല്ലോ, അത് മെയ്റ്റിംഗ് ആണല്ലോ. മെയ്റ്റിംഗ് കുഞ്ഞുങ്ങളുണ്ടാക്കുകയാണ് ഏത് സ്പീഷീസിൻ്റെയും അൾട്ടിമേറ്റ് എയിം. ഇത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നു. ഇതൊരു ക്രോസ് കട്ടാണ്, ഒരു റിസ്ക്കാണ്. ഈ റിസ്ക് ടേക്കിംഗ് ചെയ്യുന്നത് ജെനറ്റിക് ആണ് പലപ്പോഴും. ദർ ആർ റിസ്ക് ടേക്കിംഗ് ജീൻസ്. ഓക്കെ, ഈ ആനിമൽസ് ഈ റിസ്ക് എടുക്കുന്നതോടെ ഇവന് പെട്ടെന്ന് അറ്റൈൻ ചെയ്യുക. ഈവൻ മറ്റൊരു നാച്ചുറൽ പ്രോസസ്സിലൂടെ 45-50 വർഷം എടുക്കുന്ന സംഭവം ഇയാൾ ഷോർട്ട് ടൈമിൽ എടുക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഹി ഈസ് സാക്രിഫൈസിങ് ഹിസ് ലൈഫ് അറ്റ് ഏർലിയസ്റ്റ്. ദിസ് ഇസ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. ദിസ് ഇസ് ഹാപ്പനിങ്. ദേ ആർ ഹാബിച്വേറ്റഡ് കോൺഫ്ലിക്റ്റ് ആനിമൽസ്. അപ്പോൾ വയനാട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ എല്ലാവരുടെയും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, എല്ലാ ആനയും കോൺഫ്ലിക്റ്റ് ചെയ്യുന്നു. ഇല്ല, വയനാട് പറഞ്ഞാൽ 8-9 ബുൾസേ ഉള്ളൂ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നത്. 8-9 ഇൻഡിവിജ്വൽ ബുൾസേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹാബിച്വൽ അതിന് റേഡിയോ കോളർ ചെയ്തിട്ട് നമ്മൾ വർഷങ്ങളോളം മോണിറ്റർ ചെയ്തിട്ടുണ്ട്. അതിന് ഒരു രസകരമായ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ട് ഈ കഥ, മണിയൻ എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ആന. നമ്മൾ ബത്തേരിയിൽ നിന്ന് നമ്മൾ പുൽപ്പള്ളിക്ക് പോകുന്നതിന് ഇടയ്ക്കുള്ള ചെറിയ സ്ഥലമാണ്. ഇയാളെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ബുള്ള, ഹ്യൂജ് ബുൾ, വലിയ ടസ്കൊക്കെ ആയിട്ട് നിൽക്കും. ഇയാൾ ആ ഗ്രാമത്തിൻ്റെ സൈഡിലേ നിൽക്കുള്ളൂ. ഓക്കെ, ഇപ്പുറത്തെ കൃഷിയുണ്ട്, വാഴയുണ്ട്, ഒരു ഇല പോലും ഇയാൾ പൊട്ടിക്കില്ല. അയാൾ അവിടെ വളരെ സ്വസ്ഥമായിട്ട് അവിടെ നിൽക്കും. ആൾക്കാർക്കും ഭയങ്കര പ്രിയങ്കരനാണ്, ഭയങ്കര ഇതായിട്ട് ആൾക്കാർ പഴം കൊടുക്കും, ആ കയ്യിൽ നിന്ന് മേടിച്ച് തിന്നും. അതിനെക്കാട്ടും മറ്റും ഒരിക്കലും ഒരാൾ മദ്യപിച്ചിട്ട് അതിനെ കൊമ്പ് തൂങ്ങാൻ പോയി. ആൾ തട്ടിയിട്ടു, എനിക്ക് കോൾ വന്നു, അയ്യോ കൊന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറന്ന് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ കൊമ്പ് തൂന്നി ഇത് തട്ടി, അത്രയും കാമായിട്ടുള്ള ആനിമൽ. പക്ഷേ ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എവറി മസ്ത് വരുന്ന സമയത്ത് ഞാൻ കോളർ ചെയ്തു, റേഡിയോ കോളർ ചെയ്തു. കാരണം തന്നെ വലിയൊരു കൊമ്പനല്ലേ ഈ നാട്ടിലേക്ക്. എപ്പോഴാണ് അന്ന് പോച്ചിങ് ഒക്കെ ഉള്ള സമയമാണ്, ഇപ്പോൾ എപ്പം വേണേൽ അടിച്ചു പോവാം. കോളർ ചെയ്തു, മോണിറ്റർ ചെയ്യുന്നുണ്ട്, നമ്മൾ മൂവ്മെൻറ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. മസ്തായി കഴിഞ്ഞാൽ ഇയാൾക്ക് കൺട്രോൾ പോകും. ഇപ്പോൾ ഇയാൾ ഒരൊറ്റ പോക്കം പോകും, ആന്ധ്ര വരെയൊക്കെ പോയിട്ട് വരും. തിരിച്ചു വരുന്ന ഹ്യൂജ് ഫൈറ്റുമായിട്ടാണ്, ഫൈറ്റ് ഇഞ്ചുറി ആയിട്ടാണ്. വയറ്റത്ത് കുത്ത്, മറ്റടുത്ത് കുത്ത്. എൻ്റെ ജോലി ഇത് സ്നെയർ, ഇത് ഈ പന്നിക്ക് വെക്കുന്ന സ്നെയറൊക്കെ ആയിട്ടാണ് വരിക. എനിക്കൊന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മയക്കൊടിക്കപ്പെട്ട ഒരു കാട്ടാന അതായിരിക്കും. ഞാൻ 8-9 തവണയോളം എന്നെ ഡാറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ തവണ എൻ്റെ പരിപാടി തന്നെ വന്ന് പുള്ളി മസ്ത കഴിഞ്ഞ് പാവമായിട്ട് വീണ്ടും അവിടെ വരും. മയക്കുക, ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുക, ഉണക്കുക, വിടുക. ലാസ്റ്റ് അത് മരണപ്പെട്ടതെന്ന് പറഞ്ഞാൽ വേറെ ആന ഹാർട്ടിലേക്ക് കുത്തിയിട്ടാണ്. ഈ സെയിം തൊട്ടടുത്ത്. കാരണം ബിഹേവിയർ ഈസ് ഡിഫറെൻറ്റ്. ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മസ്ത് വരുമ്പോൾ ഇയാൾ ബിഹേവിയർ മാറുകയാണ്. അതുകൊണ്ടാണ് ഇയാൾ പോകുന്നത്, ഇയാൾ ഇൻഫൈറ്റ്, മറ്റത് ഫൈറ്റ് ഒഴിവാക്കാൻ വേണ്ടി ഇയാൾ നിൽക്കുന്നത്. സോ എലഫന്റ് ബിഹേവിയർ ഇസ് സോ ഡൈനാമിക്, സോ ഡിഫറെൻറ്റ്. മനസ്സിലായോ? ഭീകര കൺസെപ്റ്റ് ആയിട്ട് പോകുന്ന എല്ലാത്തിനൊപ്പം ഈ മീറ്റിംഗ് നടക്കുന്നുണ്ടോ? അതായത് സക്സസ് ആണ്. അവൻ ഇതേ കോൺഫ്ലിക്റ്റ് ബിഹേവിയർ, റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ അടുത്ത ജനറേഷൻ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ട്രെയ്റ്റ് ഈസ് ഓൾസോ ബീങ് സെലക്ടഡ്. അത് പിയർ ഗ്രൂപ്പ് കൊണ്ടുവരുന്നതാണോ അതോ ഇതൊരു എമുലേറ്റ് ചെയ്യുന്ന? പിയർ ഗ്രൂപ്പ് അല്ല, ഞാൻ പറഞ്ഞത് ഇതൊരു ഇറ്റ്സ് എ ന്യൂ സയൻസ് ആൻഡ് കൺസെപ്റ്റ്. ഇറ്റ്സ് വെരി റൈറ്റ് ഫിറ്റ് ഫോർ കോൺഫ്ലിക്റ്റ് ആനിമൽസ്. ഇത് ഫസ്റ്റ് നമ്മൾ പറയുകയാണ് സംഭവം. കോൺഫ്ലിക്റ്റ് ആനിമൽസ് വളരെ റൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഞങ്ങൾ ജീൻസിൻ്റെ മുകളിൽ ഞങ്ങൾ പഠനം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹ്യൂമൻസിൽ ഇത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഷിസോഫ്രീനി ജീൻ്റെ ഒക്കെ അടുത്ത് വരുന്ന ഒരു ക്ലസ്റ്റർ ഓഫ് ജീൻസ് ആണ്. ഐ തിങ്ക് ഇസ് ക്രോമോസോം 6 ഇൻ ഹ്യൂമൻ. സോ ഈ സെയിം സംഭവം തന്നെ ഇവിടെ നടക്കുന്നു. ഹ്യൂമൻസിൽ ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടല്ല കാണുന്നത്, അതൊരു അബറേഷൻ ആയിട്ടാണ്. അല്ലല്ലോ, അപ്പം നിങ്ങൾ പറയുന്ന ഹീറോയിസം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ദേ അട്രാക്ട്സ്.
bungee jumpers, bikers, they attracts. At the same time, it demands kind of risk. It's a lot of papers. Behavioral genomics ഒത്തിരി വർക്ക് ഉണ്ട്. So my question is, ഹ്യൂമൻസിൽ അത് ഒരു കോൺഷ്യസ് ഡെസിഷനോ അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ഒരു ഡെസിഷനാണ്, അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് And the elephants unconscious ആണ്. Elephants unconscious ആണ്. അങ്ങനെയല്ല. Elephants also elephants have huge brain. They can identify their relatives. Okay, എല്ലാ രീതിയിലുള്ള ക്യൂസും. അപ്പം ഞാൻ പറഞ്ഞ എലഫൻറ്റ് ചിലപ്പോൾ നിങ്ങളെക്കാളും സുപ്പീരിയർ ആയിരിക്കും. എലഫൻസിന് കാഴ്ച കുറവാണ്, അറിയാം. ഞാൻ കളിയാക്കാൻ പറഞ്ഞ ഇറ്റ് വാസ് എ ജോക്ക്, ഇറ്റ് വാസ് ടേക്ക് ഇറ്റ് ആസ് വേ. സോ ഒരു 30 മീറ്റർ വരെ എലഫൻറ്റ്. ഒന്ന്, രണ്ടാമത് ബൈനോക്കുലർ വിഷനാണ്. ഓക്കെ, 2 സൈഡിലേക്കാണ്. നമുക്ക് മോണോക്കുലർ, അപ്പോൾ നമുക്ക് ഡെപ്ത് അറിയാം. ടൈഗറിനൊക്കെ ഡെപ്ത് അറിയാം നമുക്ക്. സോ നിങ്ങളൊരു നിൽക്കുകയാണെങ്കിൽ ഓക്കെ എത്ര മീറ്റർ ഉണ്ടെന്ന് അറിയാം. ഒരു എലഫൻറ്റ് ഒരു 20-30 മീറ്റേഴ്സ് നിൽക്കുമ്പോൾ എലഫൻറ്റ് അത് കൃത്യമായിട്ട് ഡിസ്റ്റൻസ് ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അത് കോൺ ചെയ്ത് വന്നിട്ടാണ്. ഇപ്പം ഒരു ഐസൈറ്റ് ഒരു ഇതല്ല, അതേസമയം സ്മെൽ. ഓക്കെ, ഇവിടെ ഒരു ഓർഗൻ ഉണ്ട്, വൊമെറോ നേസൽ ഓർഗൻ എന്ന് പറയും, ഇത്ര പോകുന്ന ഒരു ഓർഗനാണ്. അതുപോലെ സ്നേക്സിൽ ഈ ഓർഗൻ ഉണ്ട്, അതിന് ജേക്കബ്സൺ ഓർഗൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സ്മെല്ല് ഇങ്ങനെ പിടിച്ചിട്ട് ടച്ച് ചെയ്യും. ടേസ്റ്റിംഗ് ദ സ്മെൽ എന്ന് പറയാം. നാക്കിൻ്റെ മുകളിൽ കൂടെ പാമ്പ് ഇങ്ങനെ നാക്ക് നീട്ടുന്നത് എന്തിനാ? ഇവിടെയുള്ള സ്മെല്ലിൻ്റെ പാർട്ടികൾ അതിൻ്റെ മുകളിൽ വരും. ഇതിങ്ങനെ വളച്ചിട്ട് ഈ ജേക്കബ്സൺ ഓർഗനിൽ തൊടുമ്പം അതിന് സ്മെല്ല് കിട്ടും. ടേസ്റ്റിംഗ് ദ സ്മെൽ. നമ്മൾ ഈ മൂക്ക് കൂടെയല്ലേ, ഇതങ്ങനെയല്ല. ഓക്കെ, ഇത് എലഫൻസിലുണ്ട്. ഓക്കെ, എലഫൻസിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ബന്ധങ്ങളും ഇതിന് തിരിച്ചറിയാൻ പറ്റും ത്രൂ സ്മെൽ, ത്രൂ ടേസ്റ്റിംഗ് ദ സ്മെൽ. ഫസ്റ്റ് ഒരു ബുള്ള് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫീമെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ജെനിറ്റൽ ഏരിയയിൽ ടച്ച് ചെയ്യും, ടേസ്റ്റ് ചെയ്യും. ആൻഡ് ഷി നോസ് വെദർ ഹി ഈസ് എ ബ്രദർ ഓർ ക്ലോസ് റിലേറ്റീവ് ബ്രീഡിങ് our body. Hypothetically, never observations. Okay. ഇൻബ്രീഡിങ് ആനകളിലും എല്ലാ ആനിമൽസ് അവോയ്ഡ് ചെയ്യുന്ന ഒരു സാധനമാണോ? ഇല്ല, മനുഷ്യന് കോൺഷ്യസ്നസ് നഷ്ടപ്പെട്ടു. സ്മെല്ല്, ഫെറമോൺസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ തിരിച്ചറിയാനുള്ള മനുഷ്യനെ കോൺഷ്യസ്നസ് നഷ്ടപ്പെട്ടു. മനുഷ്യന് വേറെ ക്യൂസ് ആണുള്ളത്. മനുഷ്യൻ്റെ ഒരു ഫാമിലി ലൈഫിലേക്ക് പോയി വേറെ ക്യൂസ്. ദാറ്റ് ജീൻസ് നെവർ ബീൻ സെലക്ടഡ് ഇൻ ഹ്യൂമൻ ബീയിങ്. മറ്റത് അതല്ല, മനസ്സിലായി? ലൈറ്റ്, സൗണ്ട്, ഇൻഫ്രാസോണിക് സൗണ്ട് അതിന് കേൾക്കാൻ പറ്റും, മനുഷ്യനെ കേൾക്കാൻ പറ്റുമോ? ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. മേ ബി മാഗ്നറ്റിസം, മൈഗ്രേറ്റ് ചെയ്യുന്ന അങ്ങനെ ബേർഡ്സ്, മാഗ്നറ്റിക് സെൻസ് ഉണ്ട്, മാഗ്നറ്റിക് ന്യൂക്ലിയസ് ഉണ്ട് ബ്രെയിനിൽ. ഓക്കെ, വൈബ്രേഷൻസ്. അപ്പം നിങ്ങളെക്കാട്ടും കൂടുതൽ ഈ എന്താ പറയുക പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പം നിങ്ങളിപ്പം ഒരു എക്സ്റ്റൻഷൻ, നിങ്ങളുടെ ഐസൈറ്റ്, നിങ്ങൾ കാണുന്ന വിഷൻ ഇത് വേവ് ലെങ്ത് കൂടുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ലോകമല്ല. കേൾക്കുന്നത് നിങ്ങളൊരു ബാറ്റിൻ്റെ ഇതാണെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദമല്ല. ഓക്കെ, ടേസ്റ്റ് നിങ്ങളുടെ ഈ ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ടേസ്റ്റ് അല്ല. The whole world is different. For the elephant, the whole world is different. You make humans sound like a dumb person. No. See, അങ്ങനെ ഒരിക്കലും കാണും. എല്ലാം എവല്യൂഷൻ്റെ പാർട്ടായിട്ട് വന്ന സാധനങ്ങളാണ്. ഇത് പെർഫെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. പെർഫെക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത്. നിങ്ങൾ സ്നാപ്ഷോട്ട് കാണുകയാണ്. ഈ സ്നാപ്ഷോട്ട് നിങ്ങൾ കാണുമ്പം യു വാണ്ട് ടു കമ്പയർ. അല്ല, ഇതെത്രയോ ബില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് വളർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്, പിന്നെയും വളരും. ഓക്കെ, അവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ ഡംബായിട്ട് തോന്നും. ലൈക്ക് വി ലുക്ക് ഡൈനോസോർസ് ആസ് ഡംപ്. നോ, ദേ വർ നോട്ട് ഡംപ്. ഓക്കെ, ദിസ് ഇസ് ഓൾ ദ പെർസ്പെക്റ്റീവ് ഓഫ് ഹ്യൂമൻ ബീങ്, ഷോർട്ട് പെർസ്പെക്റ്റീവ് ഓഫ് ഹ്യൂമൻ ബീങ്. ഇത് ഗ്രാൻഡറായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, മനസ്സിലായി? സോ അതാണ് ഞാൻ പറഞ്ഞത്. സോ ആ ലെവലിൽ തന്നെ എലഫൻ്റ് അതിൻ്റെ പെർഫെക്ഷൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അടുത്തത് പെർഫെക്റ്റ് ചെയ്ത് മാറി വരും. അങ്ങനെയാണ് 150-350 സ്പീഷീസ് ഓഫ് എലഫൻ്റ് ഉണ്ടായിരുന്നു ലോകത്ത്.